ഇതൊരു കഥയായി നിങ്ങൾ കേൾക്കരുത്. ഇതൊരു കത്താണ്, അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും അറിയാൻ പാടില്ലാത്ത ഒരു സത്യത്തിൻ്റെ വെളിപ്പെടുത്തൽ. എനിക്ക് എൻ്റെ പേര് വെളിപ്പെടുത്താൻ കഴിയില്ല, കാരണം ആ പേര് പോലും ഇനി എൻ്റേതല്ല. അത് ആ വീടിൻ്റെ മാത്രം സ്വത്താണ്, ആ ഇരുട്ടിൻ്റെ ഭാഗമാണ്. ഞാൻ ഇപ്പോൾ എവിടെയാണെന്ന് എനിക്കറിയില്ല. എൻ്റെ ശരീരം ഇവിടെയുണ്ടോ എന്നും എനിക്ക് ഉറപ്പില്ല. പക്ഷേ നിങ്ങളറിയണം എൻ്റെ അനുഭവം, ആ ഭീകരത. നിങ്ങളിൽ ഒരാളെങ്കിലും ഇത് വായിച്ച് അവിടെ നിന്നും അകന്നു നിൽക്കണം. ആ സ്ഥലം, ആ വീട്, അതൊരു കെണിയാണ്. ജീവനുള്ള മനുഷ്യർക്ക് വേണ്ടി ഒരുക്കിയ ഒരു മരണക്കെണി. ഞാൻ തിരിച്ചെത്തിയത് ഏതാണ്ട് 3 വർഷം മുമ്പാണ്. ഗൾഫിൽ ഒരു ജോലിയും ജീവിതവുമായി കഴിഞ്ഞിരുന്ന എന്നെ തിരികെ വിളിച്ചത് അച്ഛൻ്റെ മരണശേഷം തീർപ്പാക്കാനുള്ള തറവാടിൻ്റെ കാര്യങ്ങളാണ്. കേരളത്തിലെ മലയോര മേഖലയിലെ, കൃത്യമായി പറഞ്ഞാൽ ഇടുക്കിയിലെ ഒരു ഉൾനാടൻ പ്രദേശത്താണ് ഞങ്ങളുടെ തറവാട്. വാഴത്തോപ്പുകളും റബ്ബർ തോട്ടങ്ങളും നിറഞ്ഞ ഒരു കുന്നിൻ മുകളിലാണ് ആ വീട് ഒറ്റപ്പെട്ടു നിൽക്കുന്നത്. ചുറ്റും കിലോമീറ്ററുകളോളം മനുഷ്യവാസമില്ല. തൊട്ടടുത്ത് ഒരു ചെറുപാതയുണ്ടെങ്കിലും അതൊരു വിജനമായ വഴിത്താരയാണ്. നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്നും ശാന്തത തേടിയെത്തിയ എനിക്ക് ആദ്യമൊക്കെ അതൊരു അനുഗ്രഹമായിരുന്നു. വർഷങ്ങളുടെ പഴക്കമുണ്ട് ആ വീടിന്. തടിയിലും ഓടിലുമായി പണിതീർത്ത ഇരുനിലകളുള്ള ഒരു 4 കെട്ട്. ഞാനെത്തുമ്പോൾ കനത്ത മഴയായിരുന്നു. ജൂൺ മാസം അതിൻ്റെ എല്ലാ ശക്തിയിലും മലകളിൽ പെയ്തിറങ്ങുന്ന സമയം. മേഘങ്ങൾ വീടിന് മുകളിലൂടെയല്ല, മറിച്ച് വീടിനകത്തുകൂടെയാണ് ഒഴുകിപ്പോകുന്നത് എന്ന് തോന്നിപ്പോകും. അത്രയ്ക്ക് കോടമഞ്ഞും തണുപ്പുമായിരുന്നു അവിടെ. ആദ്യത്തെ ഒരാഴ്ച എല്ലാം സാധാരണമായിരുന്നു. ഞാൻ പഴയ കണക്കുകൾ തരംതിരിച്ചു, വീട് വൃത്തിയാക്കി. പാതി വഴിയിൽ നിർത്തിപ്പോയ ചില അറ്റകുറ്റപ്പണികൾ തുടങ്ങി. അതിനൊന്നും എനിക്കൊരു സഹായിയെ കിട്ടിയില്ല. നാട്ടുകാർ ആരും തന്നെ ആ വീട്ടിൽ രാത്രി തങ്ങാൻ കൂട്ടാക്കിയില്ല. പകൽ വന്നാലും അവർ പെട്ടെന്ന് ജോലികൾ തീർത്ത് മടങ്ങുമായിരുന്നു. അവരുടെ മുഖത്തെ ഭയം ഞാൻ ശ്രദ്ധിച്ചു. പക്ഷെ അവരാരും എന്നോട് ഒന്നും തുറന്നു പറഞ്ഞില്ല. അതൊരു പഴയ വീടല്ലേ നമ്പ്യാരെ, അതിൻ്റെ ഒരു കുഴപ്പമുണ്ട് എന്ന് മാത്രം പറഞ്ഞ് അവർ ഒഴിഞ്ഞുമാറി. ഞാൻ ചിരിച്ചു. നഗരത്തിൻ്റെ വെളിച്ചത്തിൽ വളർന്ന ഞാൻ ഈ പഴയ കെട്ടുകഥകളൊന്നും വിശ്വസിച്ചിരുന്നില്ല. ആ ചിരിയായിരുന്നു എൻ്റെ ആദ്യത്തെ തെറ്റ്. സത്യം പറഞ്ഞാൽ ആ വീടിന് ഒരുതരം മൂകതയുണ്ടായിരുന്നു, തറവാട്ടു മൂകത. രാത്രിയിൽ മഴയുടെ ശബ്ദമൊഴികെ മറ്റൊന്നും കേൾക്കാനില്ല. ചിലപ്പോൾ കാറ്റ് ഓലമടലുകളിൽ തട്ടുമ്പോൾ ഒരു ശീൽക്കാരം. എങ്കിലും അതൊരു സ്വാഭാവികമായ നിശബ്ദതയായിരുന്നില്ല, അതൊരു കാത്തിരിപ്പിൻ്റെ നിശബ്ദതയായിരുന്നു. എന്തോ ഒന്ന് പതിയിരുന്ന് ശ്രദ്ധിക്കുന്നത് പോലെ. ഞാൻ കിടന്നുറങ്ങിയിരുന്നത് തെക്കിനിയിലെ വലിയ മുറിയിലാണ്. അതിനു മുന്നിലെ വരാന്തയിൽ ഒരു പഴയ ഊഞ്ഞാലുണ്ടായിരുന്നു. അത് കാറ്റില്ലാത്തപ്പോഴും ചിലപ്പോൾ പതിയെ ആടും. അതൊരു തോന്നലായിരിക്കാം, പഴക്കം ചെന്ന തറവാടിൻ്റെ സ്വാഭാവിക പ്രതികരണങ്ങളായിരിക്കാമെന്ന് ഞാൻ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു. പക്ഷെ ഒരു ദിവസം രാത്രി, അന്ന് മഴയ്ക്ക് അല്പം ശമനമുണ്ടായിരുന്നു. ഞാൻ ഉറങ്ങാൻ കിടന്നു. സമയം ഏതാണ്ട് 2:30. എനിക്ക് പെട്ടെന്ന് ഉണർവ് വന്നു. കാരണം വീടിനകത്തു നിന്നും ഒരു ശബ്ദം. അതൊരു കാൽപ്പെരുമാറ്റമായിരുന്നില്ല, മറിച്ച് എന്തോ ഒന്ന് നിലത്തുകൂടി വലിച്ചിഴയ്ക്കുന്ന ശബ്ദം. ഭാരമേറിയ തടിയോ കട്ടിയുള്ള ലോഹമോ പോലെയുള്ള എന്തോ ഒന്ന്. ശബ്ദം വന്നത് മുകളിലെ നിലയിൽ നിന്നാണ്. അത് പൂർണ്ണമായും അടച്ചിട്ടിരുന്ന നിലയാണ്. അച്ഛൻ മരിച്ച അന്നു മുതൽ ആരും അങ്ങോട്ട് പോയിട്ടില്ല. അവിടേക്കുള്ള സ്റ്റെയർ കേഴ്സിൻ്റെ ഇരുമ്പ് താക്കോൽ ഞാനാണ് സൂക്ഷിച്ചിരുന്നത്. ഞാൻ എഴുന്നേറ്റ് കതകിൽ കാതോർത്തു. വീണ്ടും ആ ശബ്ദം, വളരെ സാവധാനം, എന്നാൽ ഭീകരമായൊരു സ്ഥിരതയോടെ. അത് മുറിയുടെ ഒരറ്റത്തു നിന്നും മറ്റേ അറ്റത്തേക്ക് നീങ്ങുന്നത് പോലെ എനിക്ക് തോന്നി. എൻ്റെ ശരീരം തണുത്തുറഞ്ഞു. ഞാൻ ധൈര്യം സംഭരിച്ച് മൊബൈലിലെ വെളിച്ചം ഓണാക്കി. വീടിൻ്റെ മൊത്തത്തിലുള്ള നിശബ്ദതയിൽ ആ ശബ്ദം കൂടുതൽ ഉച്ചത്തിലായി. ഞാൻ മുറി തുറന്നു. മുന്നിലെ വരാന്ത, അവിടെ ഇരുട്ട് കട്ടിയായി നിൽക്കുന്നു. മുകളിലേക്ക് പോകുന്ന പടികൾ അവിടെ കാണാം. അതിൻ്റെ മുകളിൽ കട്ടിയുള്ള ഇരുമ്പിൻ്റെ കതകും പൂട്ടിയിരിക്കുന്നു. താക്കോൽ എൻ്റെ കീശയിൽ തന്നെയുണ്ട്. ഞാൻ സ്റ്റെയർ കേസിൻ്റെ അടുത്തേക്ക് ചെന്നു. മുകളിലേക്ക് ടോർച്ചടിച്ചു. ഇരുമ്പിൻ്റെ കതക്, അതിൻ്റെ പൂട്ടിൽ പൊടി പിടിച്ച് കിടക്കുന്നു. ഒരു മാറ്റവുമില്ല. ഞാൻ കാതോർത്തു. ശബ്ദം പെട്ടെന്ന് നിന്നു. അതോടെ ആ നിശബ്ദത വീണ്ടും ഭീകരമായി മാറി. വലിച്ചിഴയ്ക്കുന്ന ശബ്ദത്തേക്കാൾ ഭീകരം ശബ്ദമില്ലാതിരിക്കുന്നതാണ്. എൻ്റെ ഹൃദയം ചെവിയിൽ ഇടിമുഴക്കം തീർത്തു. ഞാൻ തിരികെ എൻ്റെ മുറിയിലേക്ക് നടന്നു. എന്നാൽ ഞാൻ വാതിലിനടുത്തേക്ക് എത്തിയപ്പോൾ വീണ്ടും ആ ശബ്ദം കേട്ടു. പക്ഷേ ഇത്തവണ അത് മുകളിൽ നിന്നായിരുന്നില്ല, അതെൻ്റെ തൊട്ടടുത്ത മുറിയിൽ നിന്നുമായിരുന്നു. അച്ഛൻ കിടന്നിരുന്ന മുറി. അതിപ്പോൾ ആരും ഉപയോഗിക്കുന്നില്ല. ഞാൻ എൻ്റെ മുറിയിലെ ലൈറ്റ് ഇട്ടു. അതെ, ഉറപ്പാണ്, ആ ശബ്ദം അത് എൻ്റെ മുറിയിലേക്ക് അടുക്കുകയാണ്. ഞാൻ വാതിൽ തുറന്ന് ആ മുറിയുടെ നേർക്ക് ടോർച്ചടിച്ചു. വാതിൽ പാതി തുറന്നു കിടക്കുന്നു. അകത്തിരുട്ടാണ്. ഞാൻ ശ്രദ്ധിച്ചു. ആ മുറിയുടെ നിലം പൊടിയും അഴുക്കും നിറഞ്ഞതാണ്. എന്തെങ്കിലും വലിച്ചിഴച്ചാൽ അതിൻ്റെ പാടുകളുണ്ടാകും. ഞാൻ ധൈര്യം സംഭരിച്ച് അകത്തേക്ക് ടോർച്ചടിച്ചു. മുറി പൂർണ്ണമായും ശൂന്യം.
നിലത്ത് പൊടി കട്ട പിടിച്ചു കിടക്കുന്നു. ഒരു വര പോലുമില്ല. വലിച്ചിഴച്ചതിൻ്റെ ഒരു പാടുമില്ല. പക്ഷേ എൻ്റെ ചെവിയിൽ ഇപ്പോഴും ആ ശബ്ദം മുഴങ്ങുന്നുണ്ട്. ഞാൻ തിരിഞ്ഞ് എൻ്റെ മുറിയിലേക്ക് കയറി. വാതിലടച്ച് ലോക്ക് ചെയ്തു. എന്നാൽ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഞാൻ കണ്ട കാഴ്ച എന്നെ തളർത്തി. എൻ്റെ കിടക്കയുടെ തലയ്ക്കൽ വെളുത്ത തുണിയിൽ പൊതിഞ്ഞ തലയിണക്കവറിന് മുകളിൽ കറുത്ത നനഞ്ഞ മൺതരികൾ. 3 മൺതരികൾ. ഞാൻ മേൽക്കൂരയിലേക്ക് നോക്കി. അവിടെയെങ്ങും ചോർച്ചയില്ല. ആകെ നനവുള്ളത് വീടിൻ്റെ പുറത്ത് മാത്രമാണ്. ആ മൺതരികൾ എവിടെ നിന്ന് വന്നു? മുകളിലത്തെ നിലയിൽ വലിച്ചിഴച്ചതെന്താണ്? അത് എൻ്റെ മുറിയിലേക്ക് എങ്ങനെ വന്നു? ഞാൻ ഒരു വിഭ്രാന്തിയിലായി. അപ്പോൾ പുറത്ത് മഴ വീണ്ടും ശക്തിപ്പെട്ടു. ഇടിവെട്ടി. എൻ്റെ മുറിയുടെ ജനൽ അത് പൂർണ്ണമായി മറച്ചിരുന്നതാണ്. കാറ്റില്ലാത്ത മുറിയാണ്. പക്ഷേ ജനാലിൻ്റെ ഒരു കൊളുത്ത് അത് പതിയെ ചലിച്ചു. കൊളുത്തഴിഞ്ഞു. ഞാൻ ഓടിച്ചെന്ന് ജനലടച്ചു കൊളുത്തിട്ടു. എൻ്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അന്ന് രാത്രി ഞാൻ ഉറങ്ങിയില്ല. പുലർച്ചെ 5 മണിയായപ്പോൾ വെളിച്ചം വീണു തുടങ്ങി. ആ വെളിച്ചം കണ്ടപ്പോൾ മാത്രമാണ് എൻ്റെ ശ്വാസം നേരെ വീണത്. ഭയം അത് ഇരുട്ടിൻ്റെ മാത്രം സ്വത്താണ് എന്ന് എനിക്കപ്പോൾ മനസ്സിലായി. പിറ്റേന്ന് പകൽ ഞാൻ വീടിൻ്റെ പരിസരം മുഴുവൻ പരിശോധിച്ചു. പ്രത്യേകിച്ചും മുകളിലത്തെ നില. സ്റ്റെയർ കേസിൻ്റെ പൂട്ട് ഞാൻ തുറന്നു. കട്ടിയുള്ള ഇരുമ്പിൻ്റെ കതക് തുറന്നു. അകത്തേക്ക് കയറിയപ്പോൾ വീടിൻ്റെ മുകൾ നിലയ്ക്ക് പതിറ്റാണ്ടുകളുടെ പഴക്കത്തിൻ്റെ മണം. പൊടിയും ചിലന്തിവലകളും. അവിടെ ഒരു മുറി മാത്രമാണ് പൂട്ടിയിരുന്നത്. അച്ഛൻ സൂക്ഷിച്ചിരുന്ന ആ രഹസ്യമുറി. ഞാൻ അതിൻ്റെ പൂട്ട് തുറന്നു. അകത്ത് തടിയിൽ തീർത്ത ഒരു വലിയ പെട്ടി. അതിനകത്ത് പഴയ ഓലക്കെട്ടുകളും എഴുത്തുകളും. അതിലൊന്നാണ് എന്നെ ഞെട്ടിച്ചത്. അതൊരു കൈയെഴുത്ത് പ്രതിയായിരുന്നു. എൻ്റെ മുത്തച്ഛൻ്റെ അച്ഛൻ്റെ കൈപ്പട. അതിലെഴുതിയിരുന്നത് ഒരു യാഗം ചെയ്തതിനെക്കുറിച്ചാണ്. ഒരു കെട്ടിയിടൽ. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു: ആ വഴിയിൽ വരുന്നത് ആപത്താണ്. ആഴി നിറഞ്ഞതാണ്. അത് വീടിൻ്റെ അന്തകനാണ്. അതിനെ മണ്ണും പന്ത്രവും കൊണ്ട് അടക്കം ചെയ്യണം. പുറത്തെ കിണർ, അതിനെ മണ്ണിട്ട് മൂടണം. തെക്കിനിയിലെ മൂല, അത് ഭദ്രമായി അടച്ചിടണം. അതിനെ ഉണർത്തരുത്. എന്താണ് കിണർ? ഞാൻ ഓർത്തു. ഞങ്ങളുടെ തറവാടിന് കിണറില്ല. വർഷങ്ങളായി ഞങ്ങൾ ഉപയോഗിക്കുന്നത് മോട്ടോർ പമ്പ് ചെയ്ത വെള്ളമാണ്. ഞാൻ വീടിന് പുറത്തേക്ക് പോയി. തെക്കിനിയുടെ മൂലയിൽ നിന്ന് അധികം അകലെയല്ലാതെ കുന്നിൻ ചെരുവിലായി കാട് കയറി നിന്ന ഒരു പ്രദേശം ഞാൻ കണ്ടു. അവിടെ കരിങ്കൽ പാകിയ ഒരു തറ. അതിന് നടുവിലായി മണ്ണിട്ട് മൂടി മുകളിൽ കട്ടിയുള്ള കോൺക്രീറ്റ് സ്ലാബ് വെച്ച് അടച്ച ഒരു സ്ഥലം. അതിനു മുകളിൽ ഇടിവെട്ടേറ്റതുപോലെയുള്ള ഒരു വിള്ളൽ. ഇതായിരുന്നു മുത്തച്ഛൻ്റെ എഴുത്തിലെ കിണർ. അതൊരു സാധാരണ കിണറല്ല. അതൊരു വലിയ ആഴിയാണ്. അതുകൊണ്ടാണ് അതിനെ മണ്ണിട്ട് മൂടിയത്. പക്ഷേ എന്തിന്? അന്ന് തന്നെ ഞാൻ നാട്ടിലെ ഏറ്റവും പ്രായം ചെന്ന ആളായ ഗോവിന്ദനാശാരിയെ കാണാൻ പോയി. അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിൽ ഞങ്ങളുടെ തറവാടിനെക്കുറിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങളുണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അയാൾക്ക് 90 വയസ്സ് കഴിഞ്ഞിരുന്നു. എൻ്റെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി പറയാൻ തുടങ്ങി. നമ്പ്യാരെ, ആ കിണർ അതൊരു സാധാരണ കിണറല്ല. അതൊരു ശാപമാണ്. നിങ്ങളുടെ തറവാട്ടിലെ ആരോ ചെയ്ത ഒരു ദ്രോഹത്തിൻ്റെ ഫലം. അതിനെ അടച്ചുപൂട്ടിയത് നിങ്ങളുടെ കാരണവരാണ്. വലിയ മന്ത്രവാദികളെ കൊണ്ടുവന്ന് യാഗങ്ങൾ നടത്തി. അതിൻ്റെ വായിൽ മണ്ണും കല്ലും ഇട്ട് മൂടി. അതിൻ്റെ മുകളിൽ ഇരുമ്പ് ദണ്ടുകൾ കുത്തിയിറക്കി കോൺക്രീറ്റ് ചെയ്ത് കെട്ടിപ്പൂട്ടിയതാണ്. എന്തിനാണ് കെട്ടിപ്പൂട്ടിയത്? ഞാൻ ചോദിച്ചു. അവിടെ അതിനകത്ത് അതൊരു പ്രേതമാണ്, ഒരു ഭൂതം. അതിന് ആ വീടുമായി എന്തോ ഒരു ബന്ധമുണ്ട്. ആരെയും അത് വെറുതെ വിടില്ല. നമ്പ്യാരുടെ അച്ഛൻ മരിച്ചതും നിങ്ങളുടെ കുടുംബം ഈ വീട് വിട്ടുപോയതും എല്ലാം അതിൻ്റെ ലക്ഷണമാണ്. അത് വീണ്ടും ഉണർന്നു തുടങ്ങിയിരിക്കുന്നു. അത് കേട്ടപ്പോൾ എൻ്റെ നെഞ്ചിൽ തണുപ്പ് കയറി. ഉണർന്നെന്നോ? അതെങ്ങനെ അറിയാം? ഞാൻ ഭയം മറച്ചു പിടിച്ചുകൊണ്ട് ചോദിച്ചു. ആശാരി കടുപ്പിച്ച സ്വരത്തിൽ പറഞ്ഞു. അതിൻ്റെ ചുറ്റും മണ്ണിൻ്റെ മണമുണ്ടാകും. നിങ്ങളെവിടെ പോയാലും ആ മണ്ണിൻ്റെ മണം നിങ്ങളെ പിന്തുടരും. പിന്നെ മുകളിൽ അടച്ചിട്ട മുറിയിൽ വലിച്ചിഴയ്ക്കുന്ന ശബ്ദം, അത് അതിൻ്റെ ചങ്ങലയുടെ ശബ്ദമാണ്. ചങ്ങലയുടെ ശബ്ദം. എൻ്റെ തലയിണക്കവറിലെ നനഞ്ഞ മൺതരികൾ. ഞാൻ ഞെട്ടലോടെ തിരികെ വീട്ടിലേക്ക് ഓടി. ആ രാത്രി വീണ്ടും മഴ ശക്തിപ്പെട്ടു. കാറ്റ് ജനലുകളിൽ അലറി വിളിച്ചു. ഓരോ മിനിറ്റിലും ഇടിവെട്ട്. പ്രകൃതി പോലും എന്നെ ഭയപ്പെടുത്താൻ വേണ്ടി മത്സരിക്കുന്നത് പോലെ. ഞാൻ വാതിലുകളും ജനലുകളും അടച്ചിട്ട് മുറിയിൽ കസാരയിലിരുന്നു. ഉറങ്ങാൻ എനിക്ക് ഭയം തോന്നി. മൊബൈലിൻ്റെ വെളിച്ചം മാത്രമായിരുന്നു ഏക ആശ്രയം. സമയം 3 മണി കഴിഞ്ഞു. ഞാൻ കണ്ണെടുക്കാതെ വാതിലിൽ നോക്കിയിരുന്നു. ഒരു ശബ്ദവും കേൾക്കുന്നില്ല. പുറത്ത് മഴയുടെ ആരവം മാത്രം. പെട്ടെന്ന് മുറിയുടെ ഉള്ളിൽ നിന്നും ഒരു തണുപ്പ് എന്നെ പൊതിഞ്ഞു. സാധാരണ തണുപ്പല്ല, മരവിപ്പിക്കുന്ന ഒരുതരം ശീതം. അതോടൊപ്പം ഞാൻ ഗോവിന്ദനാശാരി പറഞ്ഞ ആ മണം തിരിച്ചറിഞ്ഞു. നനഞ്ഞ മണ്ണിൻ്റെ അഴുകിയ ഇലകളുടെ പഴയ ഇരുമ്പിൻ്റെ തുരുമ്പിൻ്റെ ഗന്ധം. ഞാൻ ചുറ്റും നോക്കി. എവിടെ നിന്നാണ് ഈ തണുപ്പ് വരുന്നത്? അപ്പോൾ ഞാനത് കേട്ടു. മുകളിൽ നിന്നല്ല, അടുത്തു നിന്നല്ല,
എൻ്റെ തലയ്ക്ക് മുകളിൽ നിന്നും ഒറ്റപ്പെട്ട സാവധാനമുള്ള ഒരു തുള്ളി വെള്ളം തറയിൽ വീഴുന്ന ശബ്ദം. പക്ഷേ അവിടെ ചോർച്ചയില്ല. ഞാൻ മുകളിലേക്ക് ടോർച്ചടിച്ചു. സീലിംഗ് പൂർണ്ണമായും ഉണങ്ങിയിരിക്കുന്നു. ഞാൻ മുറി മുഴുവൻ നോക്കി. എല്ലായിടത്തും തറ ഉണങ്ങിയിരിക്കുന്നു. പക്ഷേ ആ ശബ്ദം അപ്പോഴും വ്യക്തമായിരുന്നു. അത് എൻ്റെ മുറിയിലല്ല, തൊട്ടടുത്ത മുറിയിലാണ്. ഞാൻ ഭയത്തോടെ ആ മുറിയുടെ നേർക്ക് ചെന്നു. അതിൻ്റെ വാതിൽ തുറക്കാതെ ഞാൻ അതിൽ ചെവി ചേർത്തു. അകത്ത് മണ്ണ് വലിച്ചിഴയ്ക്കുന്ന ശബ്ദം, ഇത്തവണ കൂടുതൽ ഉച്ചത്തിൽ. എൻ്റെ ബോധം പതിയെ വിട്ടുപോവുകയായിരുന്നു. ഞാൻ ഭ്രാന്തനാണോ? ഞാൻ കേൾക്കുന്നതെല്ലാം വെറും തോന്നലുകളാണോ? ഞാൻ വാതിലിൽ ആഞ്ഞു തല്ലി. ആരാണത്? ഞാൻ ചോദിച്ചു. മറുപടിയില്ല. നിലത്തൂടെ എന്തോ വലിച്ചിഴയ്ക്കുന്ന ശബ്ദം മാത്രം. ഞാൻ എൻ്റെ മുറിയിലേക്ക് തിരിഞ്ഞോടി. എന്നാൽ തിരിഞ്ഞോടുമ്പോൾ എൻ്റെ പുറകിൽ, എൻ്റെ തൊട്ടുപിന്നിലായി ആരോ നിൽക്കുന്നതുപോലെ എനിക്ക് തോന്നി. ഒരു കട്ടിയുള്ള ഇരുട്ട് എന്നെ പിന്തുടരുന്നു. പിന്നെ ഞാൻ തിരിഞ്ഞു നോക്കിയില്ല. വേഗം എൻ്റെ മുറിയിൽ കയറി വാതിലടച്ചു. പുറത്ത് മണ്ണിൻ്റെ മണം വർദ്ധിച്ചു വന്നു. മുറിയിലെ കസാരയുടെ അടുത്തേക്ക് ഞാൻ നടന്നു. അപ്പോൾ തറയിൽ കസാരയുടെ കാലിൻ്റെ അരികിലായി നനഞ്ഞ മൺതരികൾ ഞാൻ കണ്ടു. എവിടെ നിന്നോ ആരോ കൊണ്ടുവന്നതുപോലെ ആഴത്തിൽ നനഞ്ഞ മൺതരികൾ. അത് മുമ്പത്തേതുപോലെ 3 എണ്ണമായിരുന്നില്ല, 7 8 തരികൾ. അത് എനിക്ക് നേരെ ഒരു വഴിത്താര തീർക്കുന്നത് പോലെ തോന്നി. ആ വഴിത്താര ചെന്നെത്തിയത് എൻ്റെ ജനലിനടുത്താണ്. ഞാൻ ടോർച്ച് ജനലിലേക്ക് അടിച്ചു. ജനൽ അടച്ചിട്ടിരിക്കുകയാണ്. അവിടെ കട്ടിയുള്ള തടിയുള്ള ജനലിൻ്റെ ചില്ലുപാളിയിൽ അകത്തു നിന്നും വരഞ്ഞ ഒരു അടയാളം. ഒരു കൈയുടെ വിരലുകളുടെ പാട്. മണ്ണിൽ കുതിർത്ത വിരലുകൾ ചില്ലിൽ അമർത്തിയിരിക്കുന്നു. 3 വിരലുകൾ മാത്രം. ഞാൻ അറിയാതെ ഒച്ച വയ്ക്കാൻ ശ്രമിച്ചെങ്കിലും എൻ്റെ വായിൽ നിന്നും നിലവിളി പുറത്തു വന്നില്ല. എൻ്റെ തൊണ്ട വരണ്ടുപോയിരുന്നു. ആ കൈപ്പത്തിയിൽ ഒരു മുറിവ്. ആ അടയാളം, അത് പുറത്താണോ അതോ അകത്താണോ? ഞാൻ അടുത്തു ചെന്ന് നോക്കി. എൻ്റെ വിരലുകൾ ആ അടയാളത്തിൽ സ്പർശിച്ചതും ഒരു നിമിഷത്തേക്ക് മാത്രം അവിടെ തെളിഞ്ഞ ഒരു ഭ്രമം പോലെ മണ്ണിൻ്റെ അടയാളം മാത്രം പെട്ടെന്ന് മാഞ്ഞുപോയി. പക്ഷേ ജനലിൽ ആ വിരൽപ്പാടുകൾ ഉണ്ടായിരുന്നു. 3 വിരലുകൾ. അപ്പോൾ സമയം പുലർച്ചെ 3 മണി കഴിഞ്ഞ് 7 മിനിറ്റായിരുന്നു. എൻ്റെ മുറിയിലെ പഴയ ചുവർ ക്ലോക്ക്, അത് പെട്ടെന്ന് നിലച്ചു. എപ്പോഴും ടിക് ടിക് ശബ്ദമുണ്ടാക്കുന്ന ആ ക്ലോക്ക് പൂർണ്ണ നിശബ്ദമായി. എൻ്റെ ഹൃദയം പേടിച്ചു മിടിക്കുന്നത് ഞാൻ കേട്ടു. എന്തിനാണ് ഈ സമയം? എനിക്കൊന്നും മനസ്സിലായില്ല. 15 മിനിറ്റുകൾ. കൃത്യം 15 മിനിറ്റുകൾക്ക് ശേഷം ക്ലോക്ക് വീണ്ടും ചലിച്ചു തുടങ്ങി. സമയം 3 മണി കഴിഞ്ഞ് 22 മിനിറ്റ്. ഇവിടെ എന്തെങ്കിലും ദുരന്തം സംഭവിച്ച സമയമായിരിക്കുമോ അത്? അതോ ആ പ്രേതം പുറത്തു വരാൻ തിരഞ്ഞെടുത്ത സമയമോ? ആ രാത്രി ഞാൻ ഒരു തീരുമാനമെടുത്തു. എനിക്കിവിടെ തങ്ങാൻ കഴിയില്ല. ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കില്ല. ഞാൻ എഴുന്നേറ്റ് എൻ്റെ ബാഗ് പാക്ക് ചെയ്യാൻ തുടങ്ങി. ഞാൻ ബാഗിൽ സാധനങ്ങൾ അടക്കി വയ്ക്കുന്നതിനിടയിൽ എൻ്റെ ഷർട്ടിൻ്റെ പോക്കറ്റിൽ നിന്നും എന്തോ ഒന്ന് നിലത്തേക്ക് വീണു. അത് എൻ്റെ താക്കോൽ കൂട്ടമായിരുന്നു. സ്റ്റെയർ കേസിൻ്റെ കട്ടിയുള്ള താക്കോൽ. ഞാൻ അതെടുക്കാൻ കുനിഞ്ഞപ്പോൾ ആ താക്കോലിൽ എന്തോ ഒന്ന് ഒട്ടിപ്പിടിച്ചിരിക്കുന്നതായി കണ്ടു. ഞാൻ വിരലുകൊണ്ട് തുടച്ചു നോക്കി. അത് ഉണങ്ങിയ മണ്ണായിരുന്നു. കട്ടിയുള്ള കറുത്ത മണ്ണ്. എൻ്റെ ശരീരം വിറച്ചു. എങ്ങനെയാണ് ആ താക്കോലിൽ മണ്ണ് പറ്റിയത്? ഞാൻ ഇന്നലെ മുകൾ നില തുറന്നപ്പോൾ പൂട്ടിന് മുകളിലുണ്ടായിരുന്നത് പൊടിയാണ്, അല്ലാതെ നനഞ്ഞ മണ്ണായിരുന്നില്ല. ഇതൊരു സാധാരണ മണ്ണല്ല. ഇത് ആ കിണറിൽ നിന്നുള്ള മണ്ണാണ്. ആ കിണർ, അത് തുറന്നിരിക്കുന്നു. പെട്ടെന്ന് എൻ്റെ മുറിയുടെ കതക്, അത് പുറത്തുനിന്നും ആരോ തള്ളി തുറക്കാൻ ശ്രമിക്കുന്നത് പോലെ ശബ്ദമുണ്ടാക്കി. ഞാൻ പേടിച്ച് കതകിലേക്ക് നോക്കി. ഞാനത് അകത്തുനിന്നും ലോക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്തോ എനിക്ക് വല്ലാത്ത പേടി തോന്നി. ആ കൊളുത്ത് പഴക്കമുള്ളതായിരുന്നെങ്കിലും തുരുമ്പൊന്നും എടുത്തിരുന്നില്ല. ബലമുള്ള ഒന്നായിരുന്നു അത്. എന്നിട്ടും എന്തെന്നില്ലാത്ത ഭയം എന്നെ ബാധിച്ചു. ആ സമയം ആരോ എൻ്റെ പേര് വിളിച്ചു, വളരെ മൃദുവായി, ചെവിയിൽ മന്ത്രിക്കുന്നത് പോലെ. ശ്രീധരാ. അത് എൻ്റെ അച്ഛൻ്റെ ശബ്ദത്തിന് സമാനമായിരുന്നു. ഒരു പഴകിയ ഓർമ്മയിൽ നിന്നും കേൾക്കുന്നത് പോലെ. ശ്രീധരാ, വാതിൽ തുറക്കൂ, എനിക്കകത്തേക്ക് വരണം. അതെൻ്റെ അച്ഛനല്ല, എൻ്റെ അച്ഛൻ മരിച്ചുപോയി, ഞാൻ സ്വയം പറഞ്ഞു. ഞാൻ ഭയന്ന് കസാരയുടെ പിന്നിലേക്ക് ഒതുങ്ങി നിന്നു. ആരാണത്? ഞാനത് ചോദിച്ചതും വാതിലിലെ പ്രഹരത്തിൻ്റെ ശക്തി വർദ്ധിച്ചു. വാതിലിളകി, ലോക്ക് തകരാൻ പോകുന്നതുപോലെ. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് വേറൊരു കാര്യമാണ്. കതകിൻ്റെ താഴത്തെ വിടവിലൂടെ കറുത്ത ദ്രാവകം മുറിയിലേക്ക് ഒഴുകി വരുന്നു. മണ്ണ്, കിണറ്റിലെ മണ്ണ്. അത് വെള്ളത്തിൽ കുഴച്ച് എൻ്റെ മുറിയുടെ അകത്തേക്ക് ഒഴുകി വരുന്നു. ഒരു കട്ടിയുള്ള പ്രവാഹം. ഞാൻ എൻ്റെ ബാഗുമെടുത്ത് ജനാലിൻ്റെ അടുത്തേക്ക് ഓടി. ജനൽ തുറന്നു. കോടമഞ്ഞും മഴയും തണുപ്പും നിറഞ്ഞ പുറം ലോകം. പുറത്ത് മൺപാതയിൽ തറവാടിൻ്റെ ഇരുളിൽ ഒരു രൂപം.
അതൊരു മനുഷ്യരൂപമായിരുന്നില്ല, മറിച്ച് കട്ടിയുള്ള ഒരു ഇരുട്ട്. ഭൂമിയോട് ചേർന്ന് നിലത്തുകൂടി നീങ്ങുന്ന ഒരു കറുത്ത നീരാവി പോലെ അത് എൻ്റെ വീടിന് നേർക്ക് മെല്ലെ മെല്ലെ നീങ്ങുന്നു. അതിൻ്റെ സഞ്ചാരപാതയിൽ പുല്ലുകൾ കരിഞ്ഞുണങ്ങുന്നു. ഞാൻ ജനലടച്ചു കൊളുത്തിട്ടു. ദൈവമേ, എന്നെ രക്ഷിക്കണേ എന്ന് ഞാൻ ഉറക്കെ നിലവിളിച്ചു. പെട്ടെന്ന് ആരോ എൻ്റെ പിന്നിൽ വന്നു നിന്നു. ഞാൻ ശ്വാസം അടക്കി പിടിച്ചു. തിരിഞ്ഞു നോക്കാനുള്ള ധൈര്യം എനിക്ക് നഷ്ടപ്പെട്ടിരുന്നു. എനിക്ക് പുറകിൽ നിൽക്കുന്നയാളുടെ ശ്വാസം കേൾക്കാം. ഇല്ല, അതൊരു മനുഷ്യൻ്റെ ശ്വാസമല്ല, അതൊരു തണുത്ത ഈർപ്പമുള്ള ശ്വാസമായിരുന്നു. നീ എവിടെ പോവാനാണ് ശ്രീധര? ഒരു ശബ്ദം എൻ്റെ ചെവിയിൽ മുഴങ്ങി. ഈ വീട്, ഈ മണ്ണ്, ഇത് നിൻ്റേതാണ്. നീ എവിടെ പോയാലും ഇത് നിന്നെ തേടിയെത്തും. നിന്റെ ശരീരം നീ ഇവിടെ ഉപേക്ഷിച്ചു പോകൂ. എനിക്കിവിടെ തങ്ങണം. ആ ശബ്ദം എൻ്റെ അച്ഛൻ്റേതായിരുന്നു. പക്ഷേ അതിൽ ഭീകരമായ ഒരു തരം ദയനീയതയും ആസക്തിയും നിറഞ്ഞിരുന്നു. ഞാൻ തലയ്ക്ക് കൈവച്ച് നിലത്തേക്കിരുന്നു പോയി. ഞാൻ നിങ്ങളുടെ ആരാണ്? ഞാൻ കരച്ചിലോടെ ചോദിച്ചു. നീ ഞങ്ങളുടെ ഭാഗമാണ്, ഞങ്ങളാക്കിയ ഭാഗം. കിണറടച്ചപ്പോൾ അവിടെ തങ്ങിപ്പോയ ചില ഓർമ്മകൾ, ചില ശക്തികൾ, അതിപ്പോൾ ഞാനാണ്. ഞാൻ തലയുയർത്തി നോക്കി. എൻ്റെ മുറിയുടെ ഒരറ്റത്ത് കറുത്ത ഇരുട്ട് കൂടുതൽ കട്ടിയായി നിൽക്കുന്നു. നിനക്ക് പുറത്തു പോകാൻ കഴിയില്ല. ഈ തറവാടിൻ്റെ അതിർത്തിയിൽ നിന്നും നിനക്കൊരു പുറത്തുപോക്കില്ല. കാരണം ഞങ്ങൾ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. നീ പുറത്തു വന്നാൽ നീ ഞങ്ങളായി മാറും. ഞാൻ കണ്ണുകൾ ഇറുക്കിയടച്ചു. എൻ്റെ ശരീരത്തിലെ ഓരോ അണുവും വിറയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പുറത്തൊരു വലിയ ശബ്ദം കേട്ടു. ഒരു വലിയ പാറ പൊട്ടുന്നത് പോലുള്ള ശബ്ദം. കിണറിൻ്റെ അടുപ്പ് പൊട്ടിത്തെറിച്ച ശബ്ദമായിരുന്നു അത്. ശ്രീധര! ഇത്തവണ ആ ശബ്ദം അലറി. ഞാൻ കണ്ണുകൾ തുറന്നു. മുറിയിൽ വെളിച്ചം കുറഞ്ഞു. ഫ്ലാഷ് ഓഫായി പോയി. പൂർണ്ണമായ ഇരുട്ട്. പക്ഷേ ആ ഇരുട്ടിൽ എൻ്റെ കണ്ണുകൾക്ക് മുന്നിലായി 2 തീപ്പൊരികൾ. ചുവന്ന അണയാത്ത 2 തീപ്പൊരികൾ. അത് ചലിക്കുന്നുണ്ട്. പതിയെ അത് എൻ്റെ നേർക്കടുത്തു വന്നു. അത് കണ്ണുകളായിരുന്നു, പ്രേതത്തിൻ്റെ കണ്ണുകൾ. ഞാൻ അവസാനത്തെ ശക്തിയും സംഭരിച്ച് നിലത്തു നിന്നും എഴുന്നേറ്റ് വാതിലിനടുത്തേക്ക് ഓടി. ലോക്ക് തകർന്നു പോയിരുന്നു. വാതിൽ പാതി തുറന്നു കിടക്കുന്നു. പുറത്ത് ആ കറുത്ത മണ്ണിൻ്റെ പ്രവാഹം വരാന്തയിലൂടെ ഒഴുകി നീങ്ങുന്നു. അതിലെൻ്റെ പാദങ്ങൾ സ്പർശിച്ചപ്പോൾ എനിക്ക് ഷോക്കേറ്റതുപോലെ തോന്നി. തണുത്ത മരവിക്കുന്ന ഒരുതരം ഷോക്ക്. ഞാൻ വരാന്തയിലൂടെ പുറത്തേക്കോടി, പ്രധാന വാതിലിലേക്ക്. ഞാൻ വാതിൽ തുറന്ന് പുറത്തേക്ക് ചാടി. മഴ ശക്തിയായി പെയ്യുന്നു. ഞാൻ ഓടി, കിതച്ചുകൊണ്ടോടി. തറവാടിൻ്റെ അതിർത്തി കടന്നു പോകണം എങ്ങനെയെങ്കിലും. അപ്പോഴാണ് ഞാൻ കണ്ടത് ആ വീടിൻ്റെ ചുറ്റും കറുത്ത ഒരു വലയം, മണ്ണുകുതിർന്ന ഇരുട്ട്. അത് വീടിന് പുറത്ത് ഒരിടത്ത് മാത്രം ഒരു വിടവ് അവശേഷിപ്പിച്ചിരിക്കുന്നു. ഞാൻ ആ വിടവിലൂടെ പുറത്തേക്ക് ചാടി, റോഡിലേക്ക്. ഞാൻ തിരിഞ്ഞു നോക്കിയില്ല. ഞാൻ ഓടിക്കൊണ്ടേയിരുന്നു. പിന്നെ എവിടെയോ ചെന്ന് വീണുപോയി. എൻ്റെ കയ്യിലെ ബാഗ് തെറിച്ചുപോയി. മൊബൈൽ നിലത്ത് വീണ് തകർന്നു. ഞാൻ കുന്നിൻ ചെരുവിലൂടെ താഴേക്കുരുണ്ടു. ആ വീഴ്ചയിൽ എൻ്റെ ബോധം മറഞ്ഞു. പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഇപ്പോൾ ഞാൻ ഇവിടെയുണ്ട്, ഒരു പട്ടണത്തിലെ ചെറിയൊരു ലോഡ്ജ് മുറിയിൽ. കുറച്ച് ദിവസങ്ങളായി ഞാൻ ഇവിടെയാണ്. ഞാൻ ആരെയും കാണുന്നില്ല, സംസാരിക്കുന്നില്ല. ഞാൻ രക്ഷപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം, പക്ഷേ ഇല്ല. ഞാൻ ഇപ്പോൾ തിരിച്ചറിഞ്ഞ ഒരു കാര്യമുണ്ട്. ആ കിണറ്റിലെ മണ്ണ്, അതിൻ്റെ മണം അതെന്നിൽ നിന്നും പോകുന്നില്ല. ഞാൻ കുളിച്ചാലും വസ്ത്രം മാറ്റിയാലും ആ നനഞ്ഞ മണ്ണിൻ്റെ മണം എന്നെ പിന്തുടരുന്നു. ഇപ്പോൾ മുറിയുടെ വാതിലിൽ ആരോ പതിയെ മുട്ടുന്നുണ്ട്. ഞാൻ ജനാലിലൂടെ പുറത്തേക്ക് നോക്കി. മഴയില്ല, വെളുത്ത കോടമഞ്ഞില്ല, നല്ല വെയിലുണ്ട്. പക്ഷേ ആ മുട്ടൽ എൻ്റെ ചെവിയിൽ മുഴങ്ങുന്നു. ശ്രീധര! ഇത്തവണ അത് എൻ്റെ അച്ഛൻ്റെ ശബ്ദമല്ല, അത് എൻ്റെ സ്വന്തം ശബ്ദമാണ്. എൻ്റെ അതേ സ്വരം എന്നെ വിളിക്കുന്നത് പോലെ. ഞാൻ ഭയന്നു വിറച്ചു. ഞാൻ വാതിലിൻ്റെ അടുത്തേക്ക് ചെന്ന് പതിയെ വാതിൽ തുറന്നു. പുറത്ത് ആരുമില്ല. പക്ഷേ വാതിൽപ്പടിയിൽ 3 മൺതരികൾ, കറുത്ത നനഞ്ഞ മൺതരികൾ. ഞാൻ ആ മൺതരികളിലേക്ക് നോക്കി. അപ്പോൾ എനിക്ക് പിന്നിൽ നിന്നും ഒരു തണുത്ത കാറ്റ് വീശി. എൻ്റെ കയ്യിൽ ആരോ മെല്ലെ തൊട്ടതുപോലെ. ഞാൻ ഞെട്ടി തിരിഞ്ഞു നോക്കി. ഇരുട്ട്. എൻ്റെ മുറിയുടെ മൂലയിൽ കട്ടിയുള്ള ഒരു ഇരുട്ട്. അതെൻ്റെ നേർക്ക് നോക്കി പുഞ്ചിരിച്ചു. നീ അറിഞ്ഞില്ലേ ശ്രീധര, നീ രക്ഷപ്പെട്ടില്ല. നിന്റെ ശരീരം പുറത്താണ്, പക്ഷേ നിന്റെ നിഴൽ, നിന്റെ ആത്മാവ്, അത് ഞങ്ങളോടൊപ്പം ആ വീട്ടിലുണ്ട്, ആ കിണറിലുണ്ട്. ഇനി എവിടെ പോയാലും നിനക്ക് എൻ്റെ പേര് വിളിക്കാൻ കഴിയില്ല. കാരണം നീ ഞാനാണ്, ഞാൻ നീയാണ്. ഞാനിപ്പോൾ ഈ ലോഡ്ജ് മുറിയിലുണ്ട്. ഇതെൻ്റെ അവസാന വാക്കുകളായിരിക്കാം. എൻ്റെ വിരലുകൾ വിറയ്ക്കുന്നു. എഴുതുന്ന ഈ പേപ്പറിൽ പോലും മണ്ണിൻ്റെ മണം പടരുന്നു.
എന്നെ വിളിക്കുന്ന ശബ്ദം എൻ്റേതാണ്. എൻ്റെ കണ്ണുകൾ ഇപ്പോൾ ചുവന്നിരിക്കുന്നു. ഞാൻ ജനാലിലൂടെ നോക്കി. പുറത്ത് ഞാൻ നടന്ന തെരുവിൽ ഒരു നിഴൽ, എൻ്റെ അതേ രൂപം, അത് എന്നെ നോക്കി ചിരിക്കുന്നു. ഞാൻ വാതിൽ തുറന്നു, പുറത്തേക്ക് നടന്നു. എൻ്റെ പേര് ഓർമ്മയില്ല, പക്ഷേ ആ മണ്ണിൻ്റെ മണം അതുണ്ട്. ഇതൊരു കഥയല്ല. എൻ്റെ പേര് ഇനി ആരും അറിയരുത്. ആരും ആ വീട്ടിലേക്ക് പോകരുത്. ആ കിണർ അതൊരിക്കലും തുറക്കരുത്. എനിക്കിപ്പോൾ പുറത്തു പോകണം, എൻ്റെ സ്വന്തം നിഴലിൻ്റെ അടുത്തേക്ക്.